റെയ്നാഡ് ബോംഗെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കഥ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാനിത് പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കാം. ഒരു കഥയുണ്ട്. ഒരിക്കൽ ജർമ്മനിയിൽ ഇന്നൊക്കെ 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജർമ്മനിയിൽ ആദ്യമായി റെയിൽവേ വരുന്ന സമയം, ആദ്യമായി റെയിൽവേ വരികയാണ്. അങ്ങനെ ഒരു ദിവസം ആദ്യത്തെ ട്രെയിൻ ആ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അന്നത്തെ ജർമ്മനിയിലെ ആൾക്കാർ വീടുകളിൽ ഈ കൃഷിയൊക്കെ ചെയ്തിട്ട് അവർ വലിയ ബാസ്ക്കറ്റുകളിലാക്കി ഈ ഒരുപാട് നടന്നും ഒരുപാട് യാത്ര ചെയ്തും ഒക്കെ കൊണ്ട് വിൽക്കുമായിരുന്നു, മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമായിരുന്നു. പക്ഷെ ട്രെയിൻ വന്നത് അവർക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായി. അതുകൊണ്ട് ഇവരെല്ലാം ഈ വിളകളെല്ലാം എടുത്ത് വലിയ ബാസ്ക്കറ്റുകൾക്കകത്താക്കിയിട്ട് അവർ ഈ ട്രെയിനിന്റെ അകത്തോട്ട് കയറാൻ പരിശ്രമിക്കുക. ട്രെയിൻ വന്നു, വണ്ടി നിന്നപ്പോൾ ഈ വലിയ ബാസ്ക്കറ്റുകളെ പുറകിൽ തൂക്കിയിട്ട് ഇവരെല്ലാവരും ഓടി ട്രെയിനിനകത്തോട്ട് വരുന്നു. പക്ഷേ ഈ ബാസ്ക്കറ്റുകൾ ഭയങ്കര ബൾക്കി ആയതുകൊണ്ട്, ഭയങ്കര വലുതായതുകൊണ്ട് ഇവർക്ക് കയറാൻ പറ്റുന്നില്ല. അത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, ആ ചരിത്രം എഴുതിയിട്ടുള്ള വ്യക്തി ഇങ്ങനെ പറഞ്ഞു: ചിലർ ഇടത്തോട്ട് തിരിഞ്ഞ് കയറാൻ നോക്കി നടന്നില്ല, ചിലർ വലത്തോട്ട് തിരിഞ്ഞ് കയറാൻ നോക്കി നടന്നില്ല, ചിലർ പുറകിൽ കൂടെ കയറാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവർ എത്ര പരിശ്രമിച്ചിട്ടും ഈ ബാസ്ക്കറ്റുകളുമായി അതിനകത്ത് കയറാൻ പറ്റിയില്ല. അവസാനം ആ റെയിൽവേ മാസ്റ്റർ വന്നൊരു കാര്യം വിളിച്ചു പറഞ്ഞു: നിങ്ങൾക്ക് ട്രെയിനിൽ കയറണമെങ്കിൽ ആ ബാസ്ക്കറ്റുകളെ താഴെ വെച്ചിട്ട് കയറിക്കോ. ഓ ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് ദൈവം നിന്നെ കുറിച്ചുള്ള പദ്ധതിയിലേക്ക് കയറണമോ, നിന്റെ പുറകിൽ കിടക്കുന്ന ആ വലിയ ഭാരങ്ങളെ ഇട്ടേച്ച്, അതിനെ താഴെ ഇട്ടേച്ച്, നിന്നെ അതിനകത്ത് കയറാൻ സമ്മതിക്കാത്ത എല്ലാത്തെയും വിട്ടുകളഞ്ഞിട്ട് നിനക്ക് അതിനകത്തോട്ട് കയറാം. ആ ബാസ്ക്കറ്റിനെ ചുമന്നുകൊണ്ട് നിനക്ക് കയറാൻ പറ്റത്തില്ല, ആ കുറവനെ ചുമന്നുകൊണ്ട് നിനക്ക് കയറാൻ പറ്റത്തില്ല, ആ ബന്ധങ്ങളെ ചുമന്നുകൊണ്ട് നിനക്ക് കയറാൻ പറ്റില്ല. എന്താ കാര്യം? ആ ബാസ്ക്കറ്റ് ആ ട്രെയിനിന് ഫിറ്റ് അല്ല. എന്നെ കൂടെ ഉണ്ടോ? നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ ഫിറ്റ് ആകാത്തതൊന്നും കൊണ്ട് നിനക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല. ഓ ഹല്ലേലൂയ. എന്നെ കൊണ്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗത്തിന് ഫിറ്റ് ആകാത്തതൊന്നും, അതിനകത്ത് സെറ്റ് ആകാത്തതൊന്നും കൊണ്ട് നിനക്ക് കയറാൻ പറ്റില്ല. എറിയേണ്ടത് എറിഞ്ഞേ പറ്റൂ. ഓ എന്റെ കൊണ്ടുണ്ടെന്ന് എനിക്കറിയില്ല. കളയേണ്ടത് കളഞ്ഞേ പറ്റൂ. അടുത്തിരിക്കുന്നത് പറ, കളയേണ്ടത് കളഞ്ഞേ പറ്റൂ. നിനക്ക് നിന്റെ നിയോഗത്തിനകത്തോട്ട് കയറണമോ? ഫിറ്റ് ആകാത്തതും കൊണ്ട് കയറാൻ പറ്റില്ല.